നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? മനുഷ്യനില്ലാതായാൽ മനുഷ്യരാശി ഒരു നിമിഷം കൊണ്ട് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് സങ്കല്പിക്കുക. ആദ്യ ദിവസങ്ങളിൽ ലോകം ഒരു പ്രേതനഗരം പോലെയായിരുന്നു. തിരക്കേറിയ റോഡുകളിൽ വാഹനങ്ങൾ എഞ്ചിൻ നിലച്ച് അനക്കമില്ലാതെ കിടന്നു. തുറന്നു കിടന്ന കാർ വാതിലുകൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ അടയാളമായി താക്കോലുകൾ. എല്ലാ മനുഷ്യൻ്റെ പെട്ടെന്നുള്ള തിരോധാനത്തെ വിളിച്ചോതി. കമ്പ്യൂട്ടറുകളുടെയും ടെലിവിഷനുകളുടെയും സ്ക്രീനുകൾക്ക് ജീവനില്ലാതായി. മൊബൈൽ ഫോണുകൾ നിശബ്ദമായി. അവയുടെ ചാർജ് തീർന്ന് എന്നേക്കുമായി പ്രവർത്തനരഹിതമായി. എയർ കണ്ടീഷണറുകളുടെ ഇരമ്പലും ഫാക്ടറികളുടെ ശബ്ദവും നിലച്ചു. ഒരു നഗരത്തിന് താങ്ങാനാവുന്നതിലും വലിയ നിശബ്ദത എങ്ങും നിറഞ്ഞു. ഈ നിശബ്ദമാകുന്ന ലോകത്ത് നിസ്സഹായരായ ജീവികളായിരുന്നു ഏറ്റവും അധികം ദുരിതത്തിലായത്. മനുഷ്യൻ്റെ തിരോധാനത്തോടെ ഏറ്റവും അധികം കഷ്ടപ്പെട്ടത് അവരോടൊപ്പം ജീവിച്ചിരുന്ന വളർത്തുമൃഗങ്ങളായിരുന്നു. വീടുകൾക്കുള്ളിൽ പൂട്ടിയിട്ട നായ്ക്കളും പൂച്ചകളും വിശപ്പും ദാഹവും സഹിക്കാനാവാതെ അലറി വിളിച്ചു. ചിലത് വീടിൻ്റെ ജനലുകളിലൂടെയും വാതിലുകളിലൂടെയും രക്ഷപ്പെട്ടു. മറ്റു ചിലർ ലിഫ്റ്റുകൾ നിലച്ചത് കാരണം താഴെ ഇറങ്ങാനാവാതെ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങി. സൂപ്പർ മാർക്കറ്റുകളിലെയും വീടുകളിലെയും ഭക്ഷണ സാധനങ്ങൾ അതിവേഗം അഴുകിത്തുടങ്ങി. മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയുടെ പ്രതീകങ്ങളായിരുന്ന വലിയ കെട്ടിടങ്ങൾ ആദ്യത്തെ ആഴ്ചകളിൽ വൈദ്യുതി നിലച്ചതോടെ ഇരുട്ടിൽ നിശ്ചലമായി നിന്നു. ഭൂമിയിൽ മനുഷ്യൻ സ്ഥാപിച്ച ആയിരക്കണക്കിന് ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റിക്കൊണ്ടേയിരുന്നു. ഇവയിൽ ഭൂരിഭാഗവും താഴ്ന്ന ഭ്രമണപഥങ്ങളിലായിരുന്നു. ലോ എർത്ത് ഓർബിറ്റ്, ലിയോ എന്ന് പറയും. അവയ്ക്ക് ഊർജം നൽകിയിരുന്ന സോളാർ പാനലുകൾക്കും ബാറ്ററികൾക്കും കാലക്രമേണ തകരാർ സംഭവിക്കാൻ തുടങ്ങി. ഭൂമിയിൽ മനുഷ്യൻ ഇല്ലാത്തതുകൊണ്ട് കാലക്രമേണ അവയെ ബൂസ്റ്റ് ചെയ്യാനോ നിയന്ത്രിക്കാനോ ആളില്ലാതായി. പതിയെ അവയുടെ ഭ്രമണപഥം മാറി ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ തുടങ്ങി. അന്തരീക്ഷവുമായുള്ള ഘർഷണത്തിൽ അവ കത്തിയെരിഞ്ഞു. ആകാശത്ത് ഒരു ചെറിയ മിന്നൽ പിണറായി അപ്രത്യക്ഷമായി. ചിലതിന് മാത്രം അന്തരീക്ഷത്തിൽ കടന്ന് ഭൂമിയിൽ പതിക്കാൻ കഴിഞ്ഞു. പതിയെ പ്രകൃതി അതിൻ്റെ സ്വാഭാവിക താളത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. മനുഷ്യൻ്റെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ട് പ്രകൃതി പുതിയൊരു ലോകം പണിതു. 10 വർഷങ്ങൾക്ക് ശേഷം നഗരങ്ങളിൽ പതുക്കെ പച്ചപ്പ് പടർന്നു തുടങ്ങി. റോഡുകളിലെ വിള്ളലുകളിലൂടെ പുല്ലുകളും കളകളും തലയുയർത്തി. കെട്ടിടങ്ങളുടെ ഭിത്തികളിൽ വള്ളിച്ചെടികൾ പടർന്നു കയറി. മനുഷ്യൻ പരിപാലിച്ചിരുന്ന പൂന്തോട്ടങ്ങൾ കാടുകളായി മാറി. മൃഗങ്ങൾ നഗരങ്ങളിലേക്ക് തിരിച്ചെത്തി. കുറുക്കന്മാർ ഒഴിഞ്ഞ കടകളിൽ താവളമാക്കി. പക്ഷികളുടെ ശബ്ദം നഗരത്തിൻ്റെ പുതിയ സംഗീതമായി. 100 വർഷങ്ങൾക്ക് ശേഷം എന്തുണ്ടായി നോക്കാം. മനുഷ്യൻ്റെ ഇരുമ്പ് നിർമ്മിതികൾ തുരുമ്പിൻ്റെ ചുവപ്പ് നിറം പൂണ്ട് ദ്രവിച്ചു തുടങ്ങി. റോഡുകൾ മരങ്ങൾ കൊണ്ട് മൂടി. ചെറിയ പാലങ്ങൾ തകർന്നു വീണു. നഗരങ്ങളിലെ താഴ്ന്ന കെട്ടിടങ്ങൾ വള്ളിച്ചെടികൾക്കുള്ളിൽ അപ്രത്യക്ഷമായി. മനുഷ്യൻ നട്ടുവളർത്തിയ മരങ്ങൾ കൂറ്റൻ കാടുകളായി. മനുഷ്യൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരുന്ന വൻ ഡാമുകൾക്ക് ബലക്ഷയം സംഭവിച്ചു. അവ പൊട്ടി നഗരങ്ങളിലെയും താഴ്ന്ന പ്രദേശങ്ങളെയും വെള്ളം വിഴുങ്ങി. ജലസേചന കനാലുകൾ അടഞ്ഞ് വെള്ളം തടസ്സപ്പെട്ടതോടെ പല കൃഷിഭൂമികളും വൻ ചതുപ്പുകളായി മാറി. ഇനി 500 വർഷങ്ങൾക്ക് ശേഷം എന്തുണ്ടായി നോക്കാം. വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് പോലും വിള്ളലുകൾ വീണു. വള്ളിച്ചെടികളുടെ വേരുകൾ കോൺക്രീറ്റിനെ കീറിമുറിച്ചു. മഴയും കാറ്റും അവയെ തകർത്തെറിഞ്ഞു. മനുഷ്യൻ്റെ വലിയ നഗരങ്ങൾ കാഴ്ചയിൽ ഇടതൂർന്ന കാടുകളായി മാറി. റോഡുകൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മരങ്ങളും ചെടികളും കൊണ്ട് നിറഞ്ഞു. എങ്കിലും ഈഫൽ ടവറിനെയും എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിനെയും പോലുള്ള കൂറ്റൻ ലോഹ കോൺക്രീറ്റ് നിർമ്മിതികൾ ഭാഗികമായി അവശേഷിച്ചു. പ്രകൃതിയുമായി മല്ലിട്ട് മനുഷ്യൻ നിർമ്മിച്ച റോഡുകൾക്കും റെയിൽവേ ട്രാക്കുകൾക്കും മുകളിൽ വൻ മരങ്ങൾ വളർന്നു. അവയെ പൂർണ്ണമായും മറച്ചു. ഇനി 1000 വർഷങ്ങൾക്ക് ശേഷം എന്തുണ്ടാവും എന്ന് നോക്കാം. ഭൂരിഭാഗം കെട്ടിടങ്ങളും മണ്ണോട് ചേർന്നു. എന്നാൽ മനുഷ്യൻ്റെ അതിഗംഭീര നിർമ്മിതികളായ ഈജിപ്തിലെ പിരമിഡുകൾ, മായൻ സംസ്കാരത്തിലെ ക്ഷേത്രങ്ങൾ, ചൈനയിലെ വൻമതിൽ തുടങ്ങിയ കല്ലുപയോഗിച്ചുള്ള നിർമ്മിതികൾ പ്രകൃതിയുടെ ആക്രമണങ്ങളെ അതിജീവിച്ചു നിന്നു.
അവ മണ്ണും സസ്യങ്ങളും കൊണ്ട് ഭാഗികമായി മൂടപ്പെട്ടെങ്കിലും മനുഷ്യൻ്റെ വാസ്തുവിദ്യയുടെ ശക്തി വിളിച്ചോതിക്കൊണ്ട് ഉയർന്നു നിന്നു. ഭൂമിയിലെ വൻ നഗരങ്ങൾ മനുഷ്യൻ്റെ ഓർമ്മകളിൽ പോലും ഇല്ലാത്ത വിധം വൻ കാടുകളായി രൂപാന്തരപ്പെട്ടു. ഇനി 10,000 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും എന്ന് നോക്കാം. പ്ലാസ്റ്റിക്കുകൾ പതിയെ ജീർണിക്കാൻ തുടങ്ങി. എന്നാൽ പൂർണ്ണമായി അപ്രത്യക്ഷമാകാൻ 1,00,000 മുതൽ 10,00,000 വർഷങ്ങൾ വരെ വേണ്ടി വന്നു. മൈക്രോ പ്ലാസ്റ്റിക്കുകൾ എന്ന ചെറിയ കണങ്ങളായി അവ പ്രകൃതിയിൽ ചിതറിക്കിടന്നു. കടലുകൾക്ക് അടിത്തട്ടിൽ മുങ്ങിപ്പോയ കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ മീനുകൾക്ക് വീടുകളായി. അണുശക്തി നിലയങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് അണുവികിരണം റേഡിയേഷൻ പുറത്തുവിട്ട് തകർന്നു. എന്നാൽ പ്രകൃതി പതിയെ ഈ അണുവികിരണങ്ങളെ ശുദ്ധീകരിച്ചു. എങ്കിലും ചില പ്രദേശങ്ങളിൽ റേഡിയേഷൻ്റെ അവശേഷിപ്പുകൾ ദീർഘകാലം നിലനിന്നു. അവിടെ പുതിയ തരം ജീവിവർഗങ്ങൾ അതിനോട് ഇണങ്ങി ജീവിച്ചു. ഇനി 1,00,000 വർഷങ്ങൾക്ക് ശേഷം എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഭൂമി പൂർണ്ണമായും ഒരു ഭീമാകാരമായ കാടായി മാറി. മനുഷ്യൻ എന്നൊരു വർഗം ഇവിടെ ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കാൻ പോലും പ്രയാസമായിരുന്നു. വൻ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മണ്ണിൽ പുതഞ്ഞു കിടന്നു. എന്നാൽ ഗ്രാനൈറ്റ്, ക്വാർട്സ് പോലുള്ള കട്ടിയുള്ള ശിലകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ചില സ്മാരകങ്ങളും സ്വർണം, പ്ലാറ്റിനം പോലുള്ള ലോഹങ്ങളും മാറ്റമൊന്നുമില്ലാതെ മണ്ണിനടിയിൽ കിടന്നു. ഈ ലോഹങ്ങൾ ഓക്സിജനുമായി പ്രതിപ്രവർത്തിക്കാത്തതിനാൽ കാലം ഇവയെ നശിപ്പിക്കില്ലായിരുന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളങ്ങളായി അവശേഷിപ്പിച്ചത് ഈ ലോഹശകലങ്ങളും പിരമിഡുകളും മാത്രമായിരുന്നു. ഇനി മനുഷ്യൻ്റെ അടയാളങ്ങൾ മാഞ്ഞു പോയപ്പോഴും ഭൂമിയിൽ മനുഷ്യൻ്റെ അടയാളങ്ങൾ മാഞ്ഞു പോയപ്പോഴേക്കും ബഹിരാകാശത്ത് ചില അവശേഷിപ്പുകൾക്ക് മരണമില്ലായിരുന്നു. വോയേജർ ബഹിരാകാശ പേടകങ്ങൾ മനുഷ്യൻ എന്ന ജീവിവർഗത്തിൻ്റെ അവസാനത്തെ ദൂതുകളായി അപ്പോഴും അനന്തമായ പ്രപഞ്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു. ഗോൾഡൻ റെക്കോർഡുകളിൽ ഭൂമിയിലെ ശബ്ദങ്ങളും ചിത്രങ്ങളും സംഗീതവും ആലേഖനം ചെയ്യപ്പെട്ടിരുന്നു. അവയുടെ പ്രവർത്തനക്ഷമതയ്ക്ക് ഊർജം നൽകിയിരുന്ന റേഡിയോ ഐസോടേപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്ററുകൾ RTGS പ്രവർത്തനരഹിതമാണെങ്കിലും ആ പേടകങ്ങൾ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞാലും നക്ഷത്രാന്തരീയ സഞ്ചാരം തുടരും. ഭൂമിയിലെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പ്രതീകങ്ങളായി അവ നിലകൊള്ളും. അവസാനം ഭൂമി വീണ്ടും ഒരു വൻ കാടായി മാറി. അതിൽ പുതിയ തരം വന്യജീവികളും മനുഷ്യൻ്റെ വളർത്തുമൃഗങ്ങളിൽ നിന്ന് പരിണമിച്ച പുതിയ വർഗ്ഗങ്ങളും മനുഷ്യൻ്റെ ഇടപെടലില്ലാതെ തഴച്ചു വളരുന്ന മരങ്ങളും ചെടികളും ഉണ്ടാകും. പ്രകൃതിയുടെ താളം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ട് മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതായതോടെ പുതിയ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഭൂമിയിൽ ഉടലെടുത്തു. രോഗങ്ങൾ നിയന്ത്രിക്കപ്പെടുകയും പരിസ്ഥിതി സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുകയും ചെയ്തു. ഏകദേശം 3,00,000 വർഷം മാത്രം ഭൂമിയിൽ നിലനിന്ന മനുഷ്യൻ എന്നൊരു ജീവി ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ നേരിയ അടയാളങ്ങൾ പോലും മാഞ്ഞുപോയി. ഒരു പക്ഷേ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കപ്പുറം ഭൂമിയിൽ മറ്റൊരു ബുദ്ധിയുള്ള ജീവിവർഗം ഉത്ഭവിക്കുകയാണെങ്കിൽ ഈ വലിയ കാടിന് നടുവിൽ അവർ കണ്ടെത്തിയേക്കാവുന്ന ഒരു പഴകിയ ലോഹക്കഷണമോ ഒരു പിരമിഡിൻ്റെ ഭാഗമോ അതായിരിക്കും മനുഷ്യൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന അവസാന അടയാളം. അതെ, കാലം എല്ലാത്തിനെയും മായ്ച്ചു കളയും. പ്രകൃതിക്ക് മനുഷ്യനില്ലാതെയും ജീവിക്കാൻ കഴിയും.